ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്ത കാലത്ത് ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണല്ലോ വാർ 2. YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന സിനിമ കൂടി വാർ 2 എന്ന സിനിമ ഒരു പക്ഷെ ക്ലിക്കായിരുന്നുവെങ്കിൽ ജൂനിയർ NTR അവതരിപ്പിച്ച സിനിമയിലെ മേജർ വിക്രം എന്ന കഥാപാത്രത്തിന് ഒരു സ്പിൻ ഓഫ് അഥവാ സ്റ്റാൻഡ് അലോൺ സിനിമ കൂടി ഉണ്ടായേക്കുമെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായതാണ്. എന്നാൽ ഇപ്പോഴത്തെ വാർ 2വിന്റെ കനത്ത പരാജയത്തോടെ ആ സ്റ്റാൻഡ് അലോൺ സിനിമ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. YRFന്റെ വരാനിരിക്കുന്ന സ്പൈ യൂണിവേഴ്സ് സിനിമകളിൽ ഒന്നാണല്ലോ ഷാരൂഖ് ഖാൻ നായകനെത്തുന്ന പത്താന്റെ രണ്ടാം ഭാഗം. സിനിമ ഇപ്പോഴും ഓണാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അതേസമയം ചിത്രത്തിന്റെ സംവിധായകനിൽ ഒരു മാറ്റമുണ്ട്. നേരത്തെ വാർ 2വിന്റെ സംവിധായകൻ അയാൻ മുഖർജി സിനിമ സംവിധാനം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വാർ 2 പരാജയപ്പെട്ടതോടെ അതിനുള്ള സാധ്യത ഇനിയില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അയാൻ മുഖർജിയിൽ നിന്നും സിദ്ധാർത്ഥ് ആനന്ദിലേക്ക് സിനിമ പോകാനാണ് സാധ്യത കൂടുതൽ. ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ഇന്നലെ ഒരു ബോളിവുഡ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. അത് മലയാളി വൽക്കരിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമ കൂടിയ പരം സുന്ദരിയാണ്. ജാൻവി കപൂർ നായികവേഷത്തിലെത്തിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ബോളിവുഡ് സിനിമാ പ്രേമികൾക്കുള്ളതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ മലയാളി സിനിമാ പ്രേമികളിൽ നിന്ന് ഡിസാസ്റ്റർ അഭിപ്രായങ്ങളാണ് സിനിമ നേരിടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം സിനിമ 10 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസും നേരിടുത്തിട്ടുണ്ട്. തമിഴിലെ ഒരുപാട് വലിയ വലിയ സിനിമകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി വരാനിരിക്കുന്ന അടുത്ത വൻ തമിഴ് സിനിമകളിൽ ഒന്നാണ് പൊങ്കൽ റിലീസായിട്ട് എത്തുന്ന വിജയ് നായകനെത്തുന്ന വിജയുടെ അവസാന സിനിമ കൂടിയ ജനനായകൻ. ഈ സിനിമയിലെ കാമിയോ റോൾസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. 3 സംവിധായകർ വിജയ് സിനിമയിൽ കാമിയോ റോൾസിൽ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. 3 പേരും വിജയ് വെച്ച് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളവരാണ്. അതിലൊന്ന് ലോകേഷ് കനകരാജ് ആണെങ്കിൽ മറ്റൊന്ന് നെൽസൺ ആണ്, വേറെ ഒന്ന് ആറ്റ്ലിയാണ്. ഇവരെ കൂടാതെ ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ വിജയോടൊപ്പം ഉള്ളവരെയും അതോടൊപ്പം തന്നെ അതുകൂടാതെ മറ്റു ചിലരെയെല്ലാം തന്നെ സർപ്രൈസ് ആയിട്ട് സിനിമയിൽ പ്രതീക്ഷിക്കാമെന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. കാത്തിരിക്കു കൂടുതൽ ജനനായകൻ വാർത്തകൾക്ക്. ഹാട്രിക് വിജയത്തിന് ശേഷം ലാലേട്ടൻ ഇനി ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ദൃശ്യം 3. വലിയ പ്രതീക്ഷകളോടെ വരാനായിട്ടിരിക്കുന്ന ദൃശ്യം 3യുടെ ഷൂട്ട് നേരത്തെ സെപ്റ്റംബർ 16 ആരംഭിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. തൊടുപുഴയാണ് സിനിമയുടെ ആദ്യ ലൊക്കേഷൻ. എന്നാൽ ഇപ്പോഴത്തെ അതിനു മുന്നേ തന്നെ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും. സെപ്റ്റംബറിലെ ആദ്യ 2 ആഴ്ചകൾക്കിടയിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വരുന്നു. ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾക്ക്.